ഹോം ബട്ടൺ ഉണ്ട്, പക്ഷേ എന്നാലും അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഉള്ളൊരു ഫോൺ. അതായിരുന്നു ഐഫോൺ 8 പ്ലസ്. അത് ഈ ഐഫോൺ 8 പ്ലസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 വർഷം കഴിയുന്നുണ്ട്. അതും ഈ ഒരു സമയം ആയാൽ പോലും ഇപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഈ ഫോണിൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഫോൺ ഇപ്പോൾ എടുക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ, അതായത് 2022 തീരാറായ ഒരു സമയത്ത് എടുക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ ഏതൊരു പഴയ ഫോൺ എടുക്കാൻ പോയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിങ് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ ഒരുപാട് പ്രൈസ് കൊടുത്തൊരു പഴയ ഫോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഡ്രോബാക്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിൽ എടുക്കരുതെന്ന് ഞാൻ പറയൂ. അതും ഈ ഐഫോൺ 8 പ്ലസിനകത്ത് എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു 15,000 അല്ലെങ്കിൽ ഒരു 18,000 റേഞ്ചിനാണ് നിൽക്കണം. അപ്പോൾ അതിന് മുകളിലൊക്കെ പ്രൈസിങ് പോവുകയാണെങ്കിൽ നിങ്ങൾ 8 പ്ലസ് നോക്കാതെ വേറെ ഫോൺസ് നോക്കുന്നതായിരിക്കും നല്ലത്. അത് ഇവിടെ ഈ ഫോണിനകത്ത് എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഈ ബെസൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു പഴയ ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫ്രെയിമും അതേ കണക്ക് തന്നെ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടിലും വരുന്ന ഗ്ലാസും അല്ലാതെ പൊതുവെ ഉള്ളൊരു അപ്പീൽ എന്ന് പറയുന്നത് ഇപ്പോഴായാൽ പോലും നല്ല അട്രാക്റ്റീവ് ആണ്. അതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴായാലും ഏറ്റവും മികച്ച തന്നെയാണ്. ഇതിൻ്റെ ഫ്രെയിം അലുമിനിയം ആണ്, ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ തന്നെ ഈ ഡ്യുവൽ ക്യാമറയുടെ ലേ ഔട്ട് എന്ന് പറയുന്നത് കാണാൻ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ നമുക്ക് ബസ്സിൽ വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം പെർഫെക്റ്റ് ആയ ഒരു ഡിസൈനാണ്. അതിവിടെ ഹോം ബട്ടൺ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബട്ടൺ അല്ല, അതിന് പകരം ഗ്ലാസ് ആണ്. പിന്നെ ഇവിടുത്തെ ഹാപ്റ്റിക് ഫീഡ്ബാക്കോടുകൂടി നമുക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന ഫീലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബട്ടണിനകത്ത് പ്രശ്നങ്ങൾ വരത്തില്ല. അതും ഈ ബട്ടണിനകത്ത് നമുക്ക് ടച്ച് ഐ ഡി വരുന്നുണ്ട്. അത് ഈ ടച്ച് ഐ ഡി എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള അൺലോക്കിംഗ് മെത്തേഡാണ്. ഇത് സെക്കൻഡ് ജനറേഷൻ ടച്ച് ഐ ഡി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അൺലോക്കിങ്ങിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതേക്കന്നെ ഇവിടുത്തെ വോളിയം ബട്ടനും പവർ ബട്ടനും നോക്കുവാണെങ്കിലും അതിനും നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് ഇവിടെ പൊതുവേ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കേടുള്ളത് ഉപയോഗിച്ചൊരു യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോഴായാലും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ, അതായത് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഇപ്പോഴും നല്ലോണം നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫോണിന് IP റേറ്റിംഗ് വരുന്നുണ്ട്, IP67 റേറ്റിംഗ് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ബേസിക് റേറ്റിംഗ് ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉള്ളൊരു കാര്യം നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പ്രൈസ് റേഞ്ചിനകത്ത് ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അതിനെക്കാട്ടിയൊക്കെ മികച്ച ബിൽഡ് ക്വാളിറ്റി നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 8 പ്ലസ്. അപ്പോൾ അത് വലിയൊരു സ്ട്രോങ് ഫീച്ചറാണ് ഈ ഫോണിൻ്റെ. അതായത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡിസൈനും അത്യാവശ്യം കനം കുറഞ്ഞ് പിന്നെ വെയിറ്റ് ബാലൻസ് ഒക്കെ പെർഫെക്റ്റ്ലി ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡിസൈനിനകത്തും അങ്ങനെ പോരായ്മകൾ പറയാനില്ല. പക്ഷേ ഡിസൈനകത്ത് ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ബെസൽസ് ഭയങ്കര വലുതാണ്. പക്ഷേ ബെസൽ വലുതാണെങ്കിലും ഇവിടുത്തെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അത് ഇതൊരു ഫുൾ HD പാനലാണ്, അതും LCD പാനലാണ്. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെയാണ്. ഒരു പെർഫെക്റ്റ് LCD പാനൽ എന്ന് വേണം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കളേഴ്സ് ആയാൽ പോലും നല്ല ഷാർപ്പാണ്. പിന്നെ അത് മാത്രമല്ല വ്യൂയിങ് ആംഗിൾസ് ഒക്കെ നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എടുത്താൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ഉപയോഗിക്കുവാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല തന്നെ കണ്ടന്റ് ഒക്കെ വായിക്കാനും കാണാനും പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേക്ക് 3D ടച്ച് ഫീച്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോൺസിനകത്തൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ഇതിൽ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊതുവേ ഉള്ള നിങ്ങളുടെ ഫോൺ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ബ്രൗസിങ് അല്ലെങ്കിൽ വീഡിയോ കാണാം, ഗെയിമിംഗ്, ഇതിനെല്ലാത്തിനും നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന കണ്ടന്റിനകത്ത് നമുക്കൊരു പ്രശ്നം വരും. പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുപ്പമുള്ളതുകൊണ്ട്, അതായത് 5.5 ഇഞ്ച് എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കൊണ്ട് തന്നെ എനിക്ക് ഈ ഡിസ്പ്ലേ ഇപ്പോഴായാൽ പോലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അത് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ SE സീരീസിനകത്ത് എന്തുകൊണ്ട് ആപ്പിളിന് ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ചുകൂടാ. അതായത് ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു. കാരണം ബെസൽസ് വലുതാണെങ്കിൽ പോലും പിന്നെ ഫോൺ ഭയങ്കര വലുതായാൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ ഡിസ്പ്ലേ കിട്ടുന്നത് ഒരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. പിന്നെ അടുത്ത ഈ ഫോണിനകത്ത് ഇപ്പോഴും അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം വരാൻ നേരത്ത്, പ്രത്യേകിച്ചും പഴയൊരു ഫോണാവാൻ നേരത്ത് എല്ലാവർക്കും ഭയങ്കര പേടി കാണും. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പ്രൊസസ്സറായ A11 ബയോണിക് ചിപ്പും 3GB റാമും അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന ആൻഡ്രോയിഡ് ഫോൺസോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിയൊക്കെ മികച്ച് നിൽക്കുന്ന ഒരു പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 8 പ്ലസ്. അതായത് പൊതുവെയുള്ള നോർമൽ ടാസ്ക് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവും. പിന്നെ ഹൈ എൻഡ് ഗെയിംസോ അങ്ങനത്തെ കാര്യങ്ങൾ കളിക്കുകയാണെങ്കിൽ തന്നെ ഫോണിനകത്ത് അങ്ങനെ ഭയങ്കര ലാഗും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചൂടാവുന്ന ഒരു കാര്യം എടുത്തറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഒരുപാട് നേരം നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് ഫോണിനകത്ത് ചൂടാവുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചൂടല്ല, പക്ഷേ ഫോൺ ചൂടാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായാൽ പോലും നമ്മൾ സാധാരണ ടാസ്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത്യാവശ്യം ഹെവി ടാസ്ക് ചെയ്താൽ പോലും അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ആവുന്ന ഒരു ഫോണാണ് ഈ ഐഫോൺ 8 പ്ലസ്. പിന്നെ അതിലൂടെ തന്നെ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് iOS 15 ആണ്, പക്ഷേ iOS 16 സപ്പോർട്ട് ഈ ഫോണുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ iOS 17 സപ്പോർട്ടും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് ഈ ഐഫോൺ 8 പ്ലസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ ഈ ഐഫോൺ 8 പ്ലസിന് അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് പെർഫോമൻസും സോഫ്റ്റ്വെയർ സൈഡും ഈ ഫോണിനകത്ത് ഇപ്പോഴും നല്ലൊരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. അത് നമ്മളിനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറായ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ
ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് നല്ല ഫേവറബിൾ ആയ ഒരു കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോഴും പെർഫെക്റ്റ് ആയ ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് കുറഞ്ഞൊരു കണ്ടീഷൻ വരാൻ നേരത്ത് അന്നേരമാണ് നമുക്ക് ഈ ക്യാമറയുടെ പോരായ്മ മനസ്സിലാവുന്നത്. പക്ഷേ ലൈറ്റ് ഉള്ളൊരു കണ്ടീഷനിൽ ഉപയോഗിക്കുവാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ അത്യാവശ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു മെമ്മറി കണക്ക് വെക്കാൻ പറ്റുന്ന ഫോട്ടോസും വീഡിയോസും ആണ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ സിസ്റ്റം എടുക്കുന്നത്. അതായത് ബാക്കി നമുക്ക് 2 ക്യാമറ ഉണ്ട്, രണ്ടും 12 മെഗാ പിക്സൽ ക്യാമറ ആണ്. പക്ഷേ അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു വൈഡ് ആംഗിൾ ക്യാമറയും രണ്ടാമത്തെ ക്യാമറ അല്ലെങ്കിൽ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 2x ടെലിഫോട്ടോ ക്യാമറയാണ്. അത് ഇവിടുത്തെ മെയിൻ ക്യാമറയുടെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നല്ല കണ്ടീഷനിൽ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. അതായത് നമുക്ക് അത്യാവശ്യം ഷാർപ്നെസ് ഉള്ള ഫോട്ടോസാണ്. കളേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര പഞ്ചില്ലെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതി കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസ് നല്ല മികച്ച രീതിയിലാണ് കിട്ടുന്നത്. അതായത് നമുക്ക് കോമ്പറ്റീഷൻ ഫോൺസിലൊക്കെ നോക്കുവാണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടെന്ന് വേണം പറയാൻ. അതും ഇതൊരു വലിയ സ്ട്രോങ് ഫീച്ചറായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ടെലിഫോട്ടോ ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ മാത്രമേ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം സൂം ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കര ക്വാളിറ്റി കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 4K 60 FPS വരെയുള്ള വീഡിയോ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതും ഇവിടുത്തെ വീഡിയോ റെക്കോർഡിംഗ് ഇപ്പോഴായാൽ പോലും നല്ല രീതിയിലാണ് കിട്ടുന്നത്. അതായത് ഈ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം, പ്രത്യേകിച്ച് ഐഫോൺസിൻ്റെ അത് പറയേണ്ട ആവശ്യമില്ല, അപ്പോൾ അതിനൊക്കെ തന്നെയാണ് ഇവിടെയും. അതായത് വീഡിയോ റെക്കോർഡിംഗ് നിങ്ങളൊരു ഫോൺ നോക്കുവാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 18,000 15,000 റേഞ്ചിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ iPhone 8 Plus നല്ല വീഡിയോസ് എടുക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് ഇപ്പോഴായാലും നല്ല വീഡിയോസ് എടുക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അതെടുക്കുന്ന സെൽഫീസ് തിരക്കേടില്ല. അതേ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ വീഡിയോസും. നമുക്ക് 1080p 30 FPS വരെയാണ് മാക്സിമം റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതും ആ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം. അതായത് നമുക്ക് ഈ ഒരു സമയത്തും ഇപ്പം നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ലൈറ്റ് ഉള്ള സമയത്താണ്. നല്ല ലൈറ്റിംഗ് ആണെങ്കിൽ നമുക്കിതിനെ നല്ല ക്യാമറ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. കാരണം ലൈറ്റ് കുറയുന്ന സമയത്ത് ഇവിടെ നൈറ്റ് മോഡ് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും എല്ലാം അത്യാവശ്യം മോശമായ രീതിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ ഫോണിനകത്ത് ഇനി പറയാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പോരായ്മകളാണ്. അതായത് ഇത്രയും പഴക്കമുള്ള ഒരു ഫോൺ ആവാൻ നേരത്ത് പോരായ്മ എന്തായാലും വരണം. അതിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അതാണ്. ഈ ഫോണിൻ്റെ ബാറ്ററി സിസ്റ്റം വലിയൊരു പോരായ്മയുള്ള ഒരു കാര്യമാണ്. അതായത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതൊന്നുമല്ല. പക്ഷേ എന്നാലും നമുക്ക് പുതിയൊരു യൂണിറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു പുതിയ യൂണിറ്റ് കിട്ടത്തില്ല. അത് നമ്മൾ വാങ്ങിക്കുന്ന യൂണിറ്റ് ഒരു 85% ബാറ്ററി ഹെൽത്തേ ഉള്ളൂ. അതും ബാറ്ററി മാറ്റിയിട്ടില്ല. ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ നമുക്ക് 2 തൊട്ട് ഒരു 3 മണിക്കൂർ വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറവാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി മാറ്റിയിട്ട് വേണമെങ്കിൽ 100% ബാറ്ററി ഹെൽത്തുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഒരാൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒറിജിനൽ ബാറ്ററി അല്ല, തേർഡ് പാർട്ടി ബാറ്ററി ആണെങ്കിൽ ചിലതെന്ന് പറയുന്നത് 100% ബാറ്ററി ഹെൽത്ത് കാണിക്കുമെങ്കിലും അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യാത്ത ഫോൺ വാങ്ങിക്കാനേ ഞാൻ പറയൂ. നമുക്ക് വേണമെങ്കിൽ പിന്നെ ബാറ്ററി മാറ്റാം. അതായത് നമുക്ക് 2500 റേഞ്ചിലൊക്കെയാണ് തോന്നുന്നു ബാറ്ററി മാറ്റുന്ന കാശ് വരുന്നത്. അതായത് ആപ്പിളിൽ നിന്ന് ഒഫീഷ്യലി മാറ്റുവാണെങ്കിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു 4 മണിക്കൂർ റേഞ്ചിലൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതായത് 100% ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വലിയൊരു പോരായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാൻ. അതുകൂടെ ബാറ്ററി ബാക്കപ്പിൻ്റെ കൂടെ തന്നെ ബാറ്ററിയുടെ ചാർജിങ്ങിനകത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും വളരെ സ്ലോ ആയ വയർലെസ് ചാർജിങ് ആണ്. അതും ഞാൻ വയർലെസ് ചാർജിങ് അധികം പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ വയർഡ് ചാർജിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 20 വാട്ട് വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫോണിൻ്റെ കൂടെ വരുന്ന ചാർജിങ് ബ്രിക്ക് 5 വാട്ട് ചാർജറാണ്. അപ്പോൾ അത് വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ നല്ല സമയം എടുക്കും ഫുൾ ചാർജായി കിട്ടാൻ. പിന്നെ അടുത്ത പോരായ്മയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ്വർക്ക് സ്പീഡ്സ് ആണ്. അതായത് നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് നോക്കുക നേരത്ത് നെറ്റ്വർക്ക് കവറേജ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതല്ല. പിന്നെ അത് മാത്രമല്ല, നെറ്റ്വർക്ക് സ്പീഡും വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ വൈഫൈയും ബ്ലൂടൂത്ത് നോക്കുവാണെങ്കിൽ കണക്ടിവിറ്റിക്കകത്ത് ഇഷ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ വൈഫൈക്കകത്ത് തന്നെ സ്പീഡിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം നോക്കുവാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. അതും അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അത് കൊള്ളാം. പിന്നെ ഇയർ പീസ് എന്ന് പറയുന്നതും വലിയ കുഴപ്പമില്ലാത്തവരാണ്. അതായത് നമുക്ക് കോൾസിന് പറ്റിയൊരു ഇയർ പീസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 8 Plusന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ 2022 തീരാറായ സമയത്ത്. അതായത് ഈ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നമുക്കൊരു ഡെയിലി ഡ്രൈവർ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ ബാറ്ററി പോരായ്മയും അതൊക്കെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ ഫോൺ എടുക്കാവൂ. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ ബാറ്ററി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബാറ്ററി ബാക്കപ്പ് കുഴപ്പമില്ലെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു സൈഡ് കുഴപ്പമില്ല. പക്ഷേ നെറ്റ്വർക്ക് കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ നെറ്റ്വർക്ക് സ്പീഡും അല്ലെങ്കിൽ നെറ്റ്വർക്ക് റേഞ്ചിനകത്തുള്ള ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇപ്പോഴായാലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനകത്തും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.